ഹായ് ഗായ്സ് ദ ക്ലിബ്രോ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശിയേറിയ വോട്ടിംഗ് പരാടമാണ് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നടക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച രാത്രി 11 മണിയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 12 പേരാണ് നോമിനേഷനിൽ ഉണ്ടാകുക. ആ 12 പേരിൽ നിന്ന് ഒരാളിപ്പോൾ പുറത്തായി, അതായത് വാക്ക്ഡ് ഔട്ടായി. സിബിൻ 100% ഉറപ്പായിട്ടും പുറത്തായിരിക്കുകയാണ്. ബിഗ് ബോസ് ഉടനെ തന്നെ ആ ന്യൂസ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പൂജ ഓൾറെഡി പുറത്തു പോയി, പൂജ എയർപോർട്ടിൽ വന്നു. ഇനി സിബിൻ്റെയാണ് അടുത്ത് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇനി 11 പേരിൽ നിന്ന് ഒരാളായിരിക്കും ഇത്തവണ പുറത്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. പരിമണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വരെ അറിയാം. നമ്മുടെ ചാനൽ സന്ദർശിക്കുക, ചാനൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും ഇന്ന് 11 മണി വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. ജിൻഡോയ്ക്ക് ഇപ്പോൾ 1,19,700 എന്ന കൂറ്റൻ വോട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ്. ജിൻഡോയുടെ ഒരു എതിരാളി സിബിനായിരുന്നു. എന്നാൽ സിബിൻ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ 1ാം പൊസിഷൻ തന്നെ പിടിച്ചടക്കിയിരിക്കുകയാണ് ജിൻഡോ. 2ാം പൊസിഷനിലേക്ക് അവിസ്മരണീയ പോരാട്ടം നടത്തി നമ്മുടെ അഭിഷേക് കയറി വന്നിരിക്കുന്നതാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ 1,03,450 എന്ന കൂറ്റൻ വോട്ട് നേടിയാണ് ഇപ്പോൾ അഭിഷേക് സിബിനെ അട്ടിമറിച്ചുകൊണ്ട് 2ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 3ാം പൊസിഷനിലേക്ക് സിബിൻ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം സിബിൻ പുറത്തു പോയെന്നുള്ള ന്യൂസ് എല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് തന്നെ സിബിൻ ഇപ്പോൾ വോട്ടിംഗ് കുറവാണ്. ഇപ്പോൾ 1,01,225 വോട്ട് നേടി 3ാം പൊസിഷനിലാണുള്ളത്. 4ാം പൊസിഷനിലേക്ക് അർജുൻ കയറി വന്നതാണ് വലിയൊരു അട്ടിമറി. അർജുൻ ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം നടക്കുന്നുണ്ട്. 99,100 വോട്ട് നേടിയാണ് അർജുൻ 4ാം പൊസിഷനിലേക്ക് കയറി വന്നത്. ജാസ്മിനെ അട്ടിമറിച്ചുകൊണ്ടാണ് കയറി വന്നത്. പിന്നെ ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 4ാം പൊസിഷനിലാണ് നിലനിർത്തിയിരിക്കുന്നത്. 5ാം പൊസിഷനിൽ ജാസ്മിനാണുള്ളത്. ജാസ്മിൻ ഇപ്പം വോട്ട് താരതമ്യേന കുറഞ്ഞു വരികയാണ്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചൊരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ. ഇപ്പോൾ 97,890 വോട്ടോടുകൂടി 5ാം പൊസിഷനാണ് നിലകൊള്ളുന്നത്. 6ാം പൊസിഷനിൽ സായി തന്നെയാണ് തുടരുന്നത്. സായിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 91,250 വോട്ട് നേടിയാണ് സായി ഇപ്പോൾ 6ാം പൊസിഷനിൽ നില ഉറപ്പിച്ചിരിക്കുന്നത്. 7ാം പൊസിഷനിൽ അപ്സര തന്നെയാണ് തുടരുന്നത്. അപ്സരയ്ക്കും വളരെ കുഴപ്പമില്ലാത്തൊരു വോട്ടിംഗ് മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. 78,700 വോട്ടാണ് അപ്സര കരസ്ഥമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ അപ്സര സേഫ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു വോട്ടിംഗ് ആണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പോൾ 7ാം പൊസിഷനിലാണ് അപ്സര നിലകൊള്ളുന്നത്. 8ാം പൊസിഷനിൽ അൻസിബ തന്നെയാണ് തുടരുന്നത്. അൻസിബയ്ക്കും വളരെ അധികം ഒരു വോട്ടിംഗ് പിന്നോക്ക അവസ്ഥയിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു മുന്നേറ്റം നടത്തി നോറയെ അട്ടിമറിച്ചുകൊണ്ട് 66,890 വോട്ട് നേടി 8ാം പൊസിഷനിലാണ് നിലകൊള്ളുന്നത്. 9ാം പൊസിഷനിൽ നോറയാണുള്ളത്. നോറയ്ക്ക് ഇപ്പോൾ 66,025 വോട്ട് നേടാനാണ് സാധിച്ചിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അൻസിബയുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ചിലപ്പോൾ വോട്ടിങ്ങിന് മാറ്റമുണ്ടായാൽ നോറ മുന്നോട്ട് വരാം. 10ാം പൊസിഷനിൽ ജയദേവാണ്. അഭിഷേക് ജയദേവ് വോട്ടിങ്ങിൻ്റെ തുടക്കത്തിലെ വോട്ടിംഗ് വളരെ കുറവുള്ള ഒരു മത്സരാർത്ഥിയാണ്. ഡേഞ്ചർ സോണിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അഭിഷേകിൻ്റെ വോട്ടിംഗ്. ഇപ്പോൾ 67,650 വോട്ട് നേടി 10ാം പൊസിഷനായ ഡേഞ്ചർ പൊസിഷനിലാണ് ഇപ്പോൾ അഭിഷേക് ഉള്ളത്. 11ാം പൊസിഷനിൽ റസ്മിനാണ്. റസ്മിൻ ഇപ്പോൾ 62,350 എന്ന നല്ലൊരു വോട്ട് നേടിയെങ്കിലും ഇപ്പോഴും ഡേഞ്ചർ സോണിലാണ്. വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് റസ്മിന് വളരെ നിർണായകമാണ്. 12ാം പൊസിഷനിൽ നന്ദനയാണ്. നന്ദനയ്ക്ക് നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടെ ഇപ്പോൾ ചെറിയൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തി വരുന്നുണ്ട് നന്ദന. ഇപ്പോൾ 12ാം പൊസിഷനിലാണ്. വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് നന്ദനയ്ക്ക് വളരെ നിർണായകമാണ്. സേഫ് ആവാനുള്ള അവസരമാണ് നന്ദനയ്ക്ക് ഇനി വരും മണിക്കൂറിൽ. അതിനിടെ ചാനൽ സന്ദർശിക്കുക.